അഡ്വക്കേറ്റ് അരുൺകുമാർ മന്ത്രി വി എൻ വാസവന്റെ ഒരു പ്രതികരണത്തിൽ നിന്നാണ് എൻ്റെ ചോദ്യം എടുത്തത്. അദ്ദേഹം പറയുന്നത് കേരളത്തിൻ്റെ വരദാനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിണറായി വിജയനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും. ഇതിൽ ഇത്തരം യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ വെല്ലുവിളി ഏറ്റെടുത്ത് CPIM അല്ലെങ്കിൽ പാർട്ടി കവചം തീർക്കുമെന്നാണ്. അതായത് ഒരു പ്രതിഷേധത്തെ എന്തിനാണ് ഈ നിലയ്ക്ക് വ്യാഖ്യാനം ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അത് എതിരായിട്ടുള്ള ആക്രമണ നീക്കമായി അതിനെ പരിഗണിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ പാർട്ടി കവചം തീർക്കുമെന്നൊക്കെ ഒരു പ്രതിപക്ഷ പ്രതിഷേധത്തെ പ്രതികരിക്കേണ്ടി വരുന്നത്? എന്താണ് അതിൻ്റെ ഔചിത്യം? എന്താണ് അതിൻ്റെ അർത്ഥം? മിസ്റ്റർ ഗോപികൃഷ്ണൻ, ഇപ്പൊ ഈ ചർച്ചയുടെ അവസാനത്തെ 5 മിനിറ്റ് കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ എബിൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ ആ കഞ്ചാവ് കേസിലെ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പേര് പറയണം. ഞാൻ മനഃപൂർവ്വം ആ പേര് പറഞ്ഞില്ല. പക്ഷെ ശ്രീ എബിനും അതുപോലെ ഗോപികൃഷ്ണനും ഞാൻ വാട്സപ്പിലേക്ക് അത് അയച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി പത്തനംതിട്ടയിലുള്ള നവാസിന്റെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചത്. അത് കൃത്യമായിട്ട് പോലീസ് റെയ്ഡ് ചെയ്തതിന്റെ വിവരങ്ങളെല്ലാം ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽസ് ആയിട്ട് ആദ്യം പറഞ്ഞ 4 കേസിൽ ഒരു കേസ് വിട്ടുപോയിരുന്നു. റെയിൽവേ സാമഗ്രികൾ മോഷ്ടിച്ച് വിറ്റ് യൂത്ത് കോൺഗ്രസിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി കൂടി പ്രതിയാണ്. അതായത് ഞാൻ പറയാം, യൂത്ത് കോൺഗ്രസിന്റെ ഞാൻ പറയട്ടെ അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞു നവാസിന്റെ വീട്ടിൽ നിന്ന് പോലീസ് അന്വേഷിച്ചോളൂ. നവാസിന്റെ വീട്ടിൽ നിന്ന് അല്ല, നിങ്ങൾക്ക് രാഷ്ട്രീയ വിരോധമുണ്ട്. കാര്യങ്ങൾ പറയട്ടെ. ഞാൻ സമയം തരാം. സമയം തരാൻ ഞാൻ 1 മിനിറ്റ്. ശ്രീ വി ഗോപാലകൃഷ്ണനും അദ്ദേഹത്തിലേക്ക് കൂടി എനിക്ക് പോകണ്ട. 1 മിനിറ്റ് അരുൺ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. പറയൂ. ശ്രീ ഗോപികൃഷ്ണൻ വസ്തുതാവിരുദ്ധമാണ്. നഹാസിന്റെ പേരിൽ കേസില്ല. എനിക്ക് പൂർണ്ണമായ ഉത്തരവാദിത്തത്തോടുകൂടി പറയാം. തോറ്റു അല്ല ഞാൻ പറയട്ടെ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയെ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ക്ഷമ പറയണം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹിയുടെ എടുത്തിരിക്കുന്ന കഞ്ചാവ് കേസ് ഏതാണ്? അങ്ങനെ ഒരു കേസില്ല. ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി പറയുന്നു. ഞാൻ അരുൺകുമാരെ ഉരുണ്ട് കളിക്കല്ലേ. ഞാൻ പറയുന്ന ചോദ്യത്തിന് ഉത്തരം പറ. നഹാസിന്റെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്ന കഞ്ചാവ് കേസ് ഏതാണ്? അല്ല നിങ്ങൾ എക്സൈസ് ഉദ്യോഗസ്ഥരൊന്നും അല്ലല്ലോ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹിയുടെ കേസ് കെട്ടിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നാണ് എക്സൈസ്. അരുൺകുമാറിന്റെ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു. അല്ല നിങ്ങൾക്ക് എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. നഹാസിന്റെ തയ്യാറായില്ലല്ലോ. എന്നെ കൊണ്ട് എന്നെ വെല്ലുവിളിച്ചതല്ലേ? ഈ പ്രേക്ഷകരെല്ലാം തയ്യാറാന്നേ. കേസിനെ കുറിച്ച് ഞാൻ ഇവിടെ നോക്കിയിരിക്കണോ? മിസ്റ്റർ എബിൻ, ഞാൻ അല്ല നിങ്ങൾ പറ. നഹാസിന്റെ എനിക്ക് അരുൺകുമാർ അയച്ചു തന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസിന്റെ പത്തനംതിട്ട വീട്ടിൽ നിന്ന് 2.5 കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ ആ കേസിന്റെ മറ്റു വിശദാംശങ്ങളില്ല. അരുൺ അതുണ്ടെങ്കിൽ അത് പറയാം, കാണിക്കാം. അതെ, അത്രയും ഭാഗമേ എനിക്ക് അയച്ചു തന്നിട്ടുള്ളൂ. ബാക്കി ഉണ്ടെങ്കിൽ പറയാം. അല്ല ബാക്കി ഇല്ല, എനിക്ക് അത്രയും അയച്ചു തന്നിട്ടുള്ളൂ. വായിക്കണം. എന്താണെന്നറിയോ? അത് മുഴുവൻ കേട്ടോ. അതാണ് ഈ ചില അർദ്ധ സത്യങ്ങൾ ഈ പറയുന്ന അരുൺകുമാറിന്റെ കൊടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ പീഡനം നടന്നു. നമ്മളെ വിട്ടുപിരിഞ്ഞ ആളുകളെ നമ്മൾ ഇപ്പോൾ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടതല്ല. നമുക്ക് ഈ മാന്യതയുടെ അതിർവരമ്പ് ലംഘിക്കാതെ വേണം നമ്മുടെ ഈ ചർച്ച. അല്ല അബിൻ, നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ആളുകളെ കുറിച്ചൊന്നും നമ്മൾ ഈ ചർച്ചയിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. അതിനോട് ഞാൻ ഒരു തരത്തിലും ഞാൻ ആ ഭാഗത്ത് യോജിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗങ്ങളൊക്കെ പറയാം, പോയിന്റ്സ് ഒക്കെ പറയാം. വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞോ? പറയാനും ആരോപണം ഉന്നയിക്കാനും യൂത്ത് കോൺഗ്രസ്സുകാരെ കഴിഞ്ഞ് വേറെ ആരുമില്ല. അദ്ദേഹത്തിന് എതിർപ്പുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പേര് എന്നെ കൊണ്ട് പറയിപ്പിക്കണം. അത് ഞാൻ പറയാതിരുന്നു അവസാനം വരെ. എന്നെ നിർബന്ധിച്ച് പറയിപ്പിച്ചതാണ്. നിങ്ങളുടെ ID കാർഡിൽ നിങ്ങൾ തോറ്റുപോയതിന് ഞങ്ങളുടെ കുഴപ്പമല്ല. 2 ലക്ഷം ID കാർഡ് വ്യാജമായി ഉണ്ടായത് ഡിവൈഎഫ്ഐക്കാരുടെ കുഴപ്പമല്ല, പാർട്ടിയുടെ കുഴപ്പമല്ല, നിങ്ങളുടെ സംഘടനയുടെ കുഴപ്പമാണ്. നിങ്ങളത് പറയുന്നത് ഈ നവാസിനെതിരെ കേസ് എടുത്തതിന് തെളിവുണ്ടോ എന്നാണ്. അങ്ങനെ ഒന്നും ഉണ്ടോ അരുൺ?
നിങ്ങളുടെ കയ്യിൽ. ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ എനിക്ക് അയച്ചതിനകത്ത് അതിൻ്റെ ഒരു ഭാഗം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതാണ് അബിൻ്റെ ചോദ്യം, അങ്ങനെ ഒരു കേസ് ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നവാസ്, അതോ ഈ പത്ര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ താങ്കൾ പറഞ്ഞത്? നവാസിന്റെ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ചതും അല്ല, ഞാൻ പറയട്ടെ, അല്ല, നവാസിന്റെ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ചതിന്റെ എല്ലാ തെളിവും എന്റെ കൈവശമുണ്ട്. ഞാൻ അത് എവിടെ വേണമെങ്കിലും ഹാജരാക്കാം. ഈ ചാനലിലോ അല്ല, ഞാൻ പറഞ്ഞു നവാസിന്റെ വീട്ടിൽ നിന്ന് അല്ല, നവാസിന്റെ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടിച്ചതിന്റെ എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട്. അത് കൂടുതൽ എന്താ ഞാൻ പറയേണ്ടത്? മിസ്റ്റർ ഗോപികൃഷ്ണൻ, ഞാൻ പറഞ്ഞത് ആധികാരികമാണ്. എന്റെ കയ്യിൽ ഒരു തെളിവുമില്ല എന്ന് ഞാൻ വ്യാജമായി പറയുകയാണെന്ന് അദ്ദേഹം എനിക്ക് അല്ല, നിങ്ങളെ പോലെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനും അദ്ദേഹത്തെ അതുകൊണ്ട് എനിക്കൊരു ഡിസ്റെസ്പെക്ട് കാണിക്കാൻ പറ്റില്ല. നിങ്ങളെ പോലെ തന്നെ സമയം അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്.